ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലായും കണ്ടുവരുന്ന ഒന്നാണ് കുട്ടികളിലെ പുകയില ഉപയോഗം. എന്തായിരിക്കാം അതിന്റെ കാരണം? പല മുതിർന്ന ആളുകൾ കുട്ടികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം പ്രായത്തിലുപരിയുള്ള കൂട്ടുകെട്ടുകൾ തന്നെയാണ്. ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? മിക്ക സ്കൂളുകളിലും കുട്ടികൾക്കായി പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസുകൾ നടത്തി വരാറുണ്ട്. എന്നാൽ അത് കുട്ടികൾക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ പുകയില ഉപയോഗം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ 5ാം സ്ഥാനത്താണ് കേരളം. ഹിമാചൽ പ്രദേശാണ് 1ാം സ്ഥാനത്ത്. കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് കുട്ടികളിലെ പുകയില ഉപയോഗത്തിൽ കേരളത്തെക്കാൾ കുറഞ്ഞ നിരക്ക് സൂചിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളിലാണ് പുകയില ഉപയോഗം കൂടുതലായും കണ്ടുവരുന്നത്. ഉപയോഗത്തിൽ സിഗരറ്റ്, ബീഡി, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ തുല്യ നിലയിലാണ്. ഗ്ലോബൽ യൂത്ത് ടൊബാക്കോ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. 74% പുകയില ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് കടകളിൽ നിന്നാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില വിൽക്കരുതെന്ന ചട്ടം നിലനിൽക്കുമ്പോഴാണ് ശതമാനക്കണക്ക് വർദ്ധിച്ചു വരുന്നത്. ഇത് ആരോഗ്യ സുരക്ഷാ രംഗത്ത് വെല്ലുവിളിയുയർത്തുന്നതായി ചൂണ്ടിക്കാട്ടി വിദഗ്ധർ രംഗത്തെത്തുന്നുണ്ട്. 83% കുട്ടികളും മറ്റുള്ളവരുടെ പുകവലി തങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് പുകയിലയുടെ ദോഷങ്ങൾ മനസ്സിലാക്കാൻ പ്രചോദിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടികൾ സംഘടിപ്പിക്കുക. അതേപോലെ സ്കൂളുകളിൽ പുകയിലയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തുന്ന ക്യാമ്പയിനുകൾ നടത്തുക. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പുകയില ലഭ്യമാകുന്നത് തടയാനുള്ള കർശന നിയമങ്ങൾ നടപ്പാക്കുക. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരീക്ഷിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെയാണ് നമുക്കിതിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രധാന നിയന്ത്രണങ്ങൾ. പരമാവധി കുടുംബാംഗങ്ങളുമായി കുട്ടികൾക്ക് നല്ലൊരു ബന്ധം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൂടെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ പുകയില ഉപയോഗം തടയാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കാനാകും. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പരിധിവരെ കുട്ടികളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. പുകയില ഉപയോഗം ആരംഭിച്ച കുട്ടികൾക്ക് കൗൺസിലിംഗ് സേവനങ്ങൾ നൽകുക. അതേപോലെ കുട്ടികൾക്ക് പുകയില ഉപേക്ഷിക്കുന്നതിൽ സഹായിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക് ഉറപ്പാക്കുക. സ്കൂളുകളിലും സമൂഹങ്ങളിലുമായി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ കുട്ടികളിലെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെയേറെ ഉപയോഗപ്രദമാണ്. അതിലൂടെ പുതിയൊരു നാളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും.